പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് വിളിച്ചപ്പോൾ ഒരുമയോടെ ഒരുമിച്ച് ചേർന്ന് മക്കൾക്ക് വേണ്ടി ഒരുമയോടെ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയുടെ ശക്തിയും അഭിഷേകവും ആരോഗ്യവും സൗഖ്യവും എല്ലാം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഒപ്പം ഇവരുടെ പ്രാർത്ഥന കേട്ട് ഇവരെ ആശ്വസിപ്പിക്കണമേ, പ്രാർത്ഥന ഫലമണിയിച്ചു കൊടുക്കണമേ. അങ്ങനെ ഇവർ യഥാർത്ഥമായ ദൈവബന്ധത്തില്, ആഴപ്പെട്ട വിശ്വാസത്തില് അങ്ങയിൽ വളരുവാനും സമാധാനവും സന്തോഷവും കൃപയും അനുഭവിക്കുവാനും ഇടയാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഇവിടെ മക്കളെ, നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മള് ഒരു പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അതായത് പല കോഴ്സുകൾക്ക് പോയിട്ട് അതിടയ്ക്ക് വെച്ച് ബ്രേക്ക് ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, അതോട് ബന്ധപ്പെട്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ കോഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായി, മുന്നോട്ട് പോകാൻ പറ്റണില്ല. ലക്ഷങ്ങൾ മുടക്കി പാതി വഴിയിൽ എങ്ങും എത്താതെ ഇട്ടിട്ട് പോരുന്ന, അവസാനിപ്പിക്കേണ്ടി വരുന്ന, മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾ, അങ്ങനെ ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, സിംഹക്കുട്ടികൾ, നമുക്കറിയാം സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ ഒന്നും വലയില്ല. കാരണം അവ അത്രമാത്രം ശക്തമാണ്, ആ സിംഹങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ഇര കിട്ടാതെ വരില്ല. എന്താ പറയാ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ സ്വയം കഴിവിൽ ആശ്രയിക്കുമ്പോൾ, മറ്റുള്ള കാര്യങ്ങളിൽ ആശ്രയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കുറവ് വന്നേക്കാം. എന്നാൽ കർത്താവിനെ ആശ്രയിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം, മക്കളെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിയില്ലെങ്കിലും കർത്താവിന് സാധിക്കും, കർത്താവിന് സാധിക്കും. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. 1 കൊരിന്ത്യർ 15:10 വലിയ അഭിമാനത്തോടെ കരുത്തോടെ പൗലോസ് പറയാ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. അത് തന്നെയാണ് പൗലോസ് ഫിലിപ്പിയർ 4:13 പറഞ്ഞുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. ഇനി ഈ ഒരു ബന്ധമില്ലാത്ത മക്കൾ ഒത്തിരിയുണ്ട്. കർത്താവായിട്ട് ബന്ധമില്ല, പ്രാർത്ഥനയില്ല, ഉദാശയില്ല. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കർത്താവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കണം. ഒപ്പം മക്കളോട് പറയണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വചനം പറയും, കർത്താവിൽ നിനക്ക് സാധ്യമാണ്, ശക്തനാക്കുന്ന കർത്താവാണ്, കർത്താവിനെ ആശ്രയിച്ചാൽ ഒന്നിനും കുറവുണ്ടാവില്ല, ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാം നടക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ വചനങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ തന്നെ അവസരം കിട്ടുമ്പോ, ചുമ്മാ പറഞ്ഞ മക്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചില സമയത്തൊക്കെ അവരെ നിസ്സഹായതയിലൊക്കെ പറയുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈ വചനം പറഞ്ഞു കൊടുത്തിട്ട്, മക്കളെ, ഈ വചനം അവകാശപ്പെട്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളും പറയും, മക്കളും ഈശോയോട് പ്രാർത്ഥിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോ, കോഴ്സ് പൂർത്തിയാക്കാനുള്ള വഴി കർത്താവ് ഒരുക്കി തരും. തടസ്സങ്ങൾ മാറും, ധൈര്യം തരും. ഏത് ഹോസ്റ്റലിനെയും അതിജീവിക്കും, ഏത് ഭക്ഷണവും നമുക്ക് അനുയോജ്യമായിട്ട് മാറും. അതല്ലേ സുഭാഷിതങ്ങൾ 16:7 പറഞ്ഞുണ്ടല്ലോ, ഒരുവന്റെ മാർഗം കർത്താവിന് സ്വീകാര്യമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. മക്കളെ, നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. കർത്താവിന്റെ മക്കളാ, കർത്താവാ ചെയ്യുന്നേ. അത് പറഞ്ഞ പോലെ, കർത്താവ് എന്റെ ഇടയന, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും,
കർത്താവ് എന്നെ നയിക്കും, ഇത് കർത്താവിന് യുദ്ധമാ. ആ ഒരു ലെവലില്, ആ ഒരു ചൈതന്യത്തില് മക്കളോട് പ്രാർത്ഥിക്കാൻ പറ. നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് ദൈവത്തിന്റെ മക്കളാ. സിംഹക്കുട്ടികൾ സിംഹത്തിന്റെ മക്കളാ. എന്നാൽ ദൈവത്തിന്റെ മക്കളെ ദൈവം പരിപാലിക്കും, ദൈവം സംരക്ഷിക്കും. ഈ വിശ്വാസത്തോടെ നമ്മുടെ മക്കളുടെ എല്ലാ കോഴ്സുകളും തടസ്സപ്പെടാതെ, ഇടയ്ക്ക് വെച്ച് വലിയ നഷ്ടം സംഭവിപ്പിച്ചുകൊണ്ട് തടസ്സപ്പെട്ടു പോകാതെ, മുടങ്ങിപ്പോകാതെ അവർ ജയിക്കണം, പൂർത്തിയാക്കണം. അതിനാവശ്യമായ എല്ലാ ദൈവിക ഇടപെടലും, ദൈവിക ശക്തിയും, ദൈവിക സംരക്ഷണവും നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവിക സന്നിധിയില് ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ ദൈവമക്കളായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, അങ്ങയിലെ ഉറച്ച വിശ്വാസത്തോടെ അങ്ങയുടെ മക്കളിതാ കടന്നു വന്നിരിക്കുന്നു. അങ്ങ് സർവാധിപനും സർവശക്തനുമാണെന്നുള്ള തിരിച്ചറിവോടെ ഞങ്ങളുടെ കർത്താവും രക്ഷകനും പരിപാലകനും സൃഷ്ടാവും എല്ലാം അങ്ങാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങേ തിരുസ്ഥലത്തിലേക്ക് കടന്നു വരുമ്പോ അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്ന്. ഓ കർത്താവെ, ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള് എല്ലാ തിരുമുമ്പില് സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ തിരുമുമ്പില് സർവാധിപനായ കർത്താവെ അങ്ങയുടെ മുമ്പില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഓരോ കോഴ്സുകൾ തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാതെ തടസ്സപ്പെട്ടു പോയ മക്കള്, അതിനിടയില് വഴിതെറ്റിപ്പോയ മക്കള്, കൂട്ടുകെട്ടി പെട്ടുപോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാതെ തടസ്സപ്പെട്ടു പോയ മക്കള്, ഹോസ്റ്റല് ഇഷ്ടപ്പെടാതെ ജീവിതത്തില്, പഠനത്തില്, കോഴ്സില് ഒത്തിരി തടസ്സം നേരിടുന്ന മക്കള്, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങള്, പരീക്ഷ തോറ്റുപോയി, എത്ര എഴുതിയിട്ട് ജയിക്കുന്നില്ല, അങ്ങനെ പല കാരണങ്ങളാല് കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക്, അങ്ങയെ ശരണപ്പെടുന്നവർക്ക്, അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ലല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് ഇടപെടണമേ. അങ്ങയുടെ ഇടപെടലിലൂടെ, ശക്തിയിലൂടെ ആവശ്യമായ ആഹാരം നൽകി, സമ്പത്ത് നൽകി, ധൈര്യം നൽകി, പഠനം നൽകി, വിജയം നൽകി. കർത്താവെ, ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മക്കളുടെ പഠന മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കോഴ്സുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ പഠിക്കുന്ന കോളേജുകള്, യൂണിവേഴ്സിറ്റികള്, സിലബസ്, വസിക്കുന്ന ഹോസ്റ്റല്, അവരുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകാര്, അധ്യാപകര് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ എല്ലാം അനുകൂലമാക്കി ഞങ്ങളുടെ മക്കളെ ഉന്നതമായ വിജയത്തോടെ അവരായിരിക്കുന്ന കോഴ്സുകൾ പൂർത്തിയാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവേ ഇടയാകട്ടെ. സിംഹക്കുട്ടികൾ സിംഹത്തിന്റെ കുട്ടികളാണെങ്കിൽ അങ്ങയുടെ മക്കൾ അങ്ങയുടെ മക്കളാ. ദൈവമേ, നിന്റെ മക്കളാ. സർവാധിപനും സർവശക്തനുമായ കർത്താവിന്റെ മക്കളാ, അങ്ങയുടെ മക്കളാ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. ഇത് ഞങ്ങളുടെ മക്കളിലും ഞങ്ങളിലും സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ദിവ്യകാരുണ്യത്തില് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മക്കളുടെ നിയോഗങ്ങള്, അവസ്ഥകൾ അറിയലോ നിങ്ങൾക്ക്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. മക്കളെ ഈശോ അനുഗ്രഹിക്കും. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാം ക്രമീകരിച്ചു കൊടുത്ത് അവരിപ്പോൾ ആയിരിക്കുന്ന കോഴ്സുകൾ വിജയത്തോടെ പൂർത്തിയാക്കാൻ, അത്ഭുതകരമായ വിജയ ആഘോഷത്തോടെ പൂർത്തിയാക്കാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ.